ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ ഫ്രൈ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു ഫ്രൈക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാളയും 3-4 പച്ചമുളക്, ഒരു 3 തക്കാളി, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാം മീഡിയം സൈസിലുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് അടുപ്പിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഏതായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകും കൂടി ഇട്ടൊന്ന് താളിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണേ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വാട്ടിയെടുത്താൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. ഒരുപാട് ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന സമയത്ത് ഞാൻ ഈ തക്കാളി എല്ലാം ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്, വട്ടത്തിലാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. നമുക്ക് സവാളയും ഇതേ രീതിയിൽ തന്നെ അരിഞ്ഞ് ഇടാവുന്നതേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വട്ടത്തിനിടാൻ ഇഷ്ടമാണെങ്കിൽ വട്ടത്തിന് അരിഞ്ഞ് ചേർക്കണേ. തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് എത്രയാണോ എരിവ് ആവശ്യം അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ റോ സ്മെല്ല് നല്ല രീതിയിൽ മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചേർക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സാധനം ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. വേറെ ഒരു പൊടികളും തന്നെ ആവശ്യമില്ല. വേറെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ പൂരിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പൂരിയാണ് കേട്ടോ സെർവ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് അധികം ഗ്രേവിയൊന്നും ഇല്ലാത്തൊരു കറിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കും. ഇനി അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. വർക്കിംഗ് ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.